ഹരിനാരായണൻ ഉണ്ട്. ഓക്കെ, നമ്മള് ഈ മത്സരത്തിന് മുമ്പ് പറഞ്ഞതാണ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇന്ത്യ ജയിക്കുക, സഞ്ജുവിന്റെ മനോഹരമായ ഒരു ബാറ്റിംഗ് കാണുക, അത് നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പേര് തിലക് വർമ്മയും ശിവം ദുബെയും സഞ്ജു സാംസണും ഒക്കെയാണ്, കുൽദീപും. വല്ലാത്തൊരു വിജയമാണല്ലേ നമുക്കിത്, വല്ലാത്തൊരു സന്തോഷ നിമിഷമാണ്. തീർച്ചയായിട്ടും അതെ. ഇന്ത്യ ജയിക്കുക എന്ന് പറയുന്നത് എന്തിനേക്കാളും വലിയ സന്തോഷമല്ലേ. അപ്പൊ അത് വലിയ സന്തോഷമുണ്ട്. എസ്പെഷ്യലി തിലക് വർമ്മയുടെ ഇന്നിങ്സ്, അത് വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു ഇന്നിങ്സ് ആയി. തിലക് വർമ്മ ആ ഒരു ക്രൂഷ്യൽ മൊമെന്റ് ആയിരുന്നു. അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം കളിച്ചു. ശിവൻ ദുബെ, സഞ്ജു സാംസൺ എല്ലാവരും കളിച്ചു. ഇനീഷ്യലി നമുക്ക് 3 വിക്കറ്റൊക്കെ പോയെങ്കിലും നമ്മൾ വളരെ ഈസി ആയിട്ട് അത് കവർ ചെയ്തു. ശ്രീ വി കെ ഹരിനാരായണൻ, അതുപോലെ തന്നെ നമ്മുടെ സ്പിന്നർമാരെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം 8 വിക്കറ്റ് നേടിയത് അവര് തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. കുൽദീപ് യാദവ് ആവണം ഈ ടൂർണമെന്റിന്റെ മാൻ ഓഫ് ദ സീരീസ് എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം 17 വിക്കറ്റ് ഒറ്റയാണ് ഉള്ളത്. ഇന്ന് ഒരു ഫൈനലിൽ 4 വിക്കറ്റാണ് കുൽദീപ് യാദവിനുള്ളത്. അപ്പോ അത് പലപ്പോഴും ഈ 11-ൽ ഇടം കിട്ടാതെ ഇപ്പോ കഴിഞ്ഞ പല ടൂർണമെന്റുകളിലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ടെസ്റ്റ് മാച്ചിലൊക്കെ പോയാലും പുറത്തിരിക്കുന്ന കുൽദീപിനെയാണ് കാണാറ്. അത് വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ കുൽദീപ് യാദവ് ഇങ്ങനെ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. കുൽദീപ് യാദവിനാവണം മാൻ ഓഫ് ദ സീരീസ് എന്ന ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിൽ വെയിറ്റ് ചെയ്യാം. താങ്കൾ ഒന്ന് തുടരണം. ഞാൻ എസ് മനോജിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം ഈ പാതിരാത്രിയിൽ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ലൈവിൽ. ശ്രീ എസ് മനോജ്, ആദ്യം ഒരു കാര്യത്തിൽ താങ്കളെ ഒന്ന് അഭിനന്ദിച്ചോട്ടെ. കാരണം നമ്മൾ ഇന്ന് വൈകിട്ട് 7:30 നടത്തിയ ഷോയിൽ താങ്കൾ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? അതായത് ആദ്യത്തെ 10 ഓവർ അനായാസം ബാറ്റ് ചെയ്യും, പിന്നീട് ഗതി മറിയും. രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഒരല്പം ഡ്യൂ വരും, അതിനുശേഷം ബാറ്റ് ചെയ്യാൻ കുറെ കൂടി എളുപ്പമായിരിക്കും. അച്ചട്ടാണ് പറഞ്ഞതുപോലെയാണ്. ഞാൻ ഈ കളി നടക്കുന്നതിനിടയിൽ എസ് മനോജിനെ ഞാൻ വിളിച്ച് സംസാരിക്കും. അല്ല മനോജേട്ടാ എന്താവും, അത് കുഴപ്പമില്ല, അത് ഇടയ്ക്കൊരു ഡ്യൂ വരും, പക്ഷെ നമുക്ക് പിന്നീട് അത് ബാറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു. എന്തൊരു പ്രവചനമാണ് അത്. നമ്മൾ കുറെ മാച്ചുകൾ ഇങ്ങനെ കാണുന്നതാണല്ലോ. ഇപ്പൊ ഈ ഒരു ടൂർണമെന്റിൽ തന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് മാച്ചുകൾ ഏഷ്യ കപ്പിൽ കണ്ടിരുന്നു. എല്ലാം ഒരേ വെന്യൂലാണല്ലോ നടക്കുന്നത്. അബുദാബിയിൽ കുറച്ച് മാച്ചുകളെ നടന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരു പിച്ചിന്റെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ആ ഒരു പിച്ചിന്റെ സ്വഭാവം അങ്ങനെയാണ് അവിടെ. ഇതില് ഞാൻ പറഞ്ഞതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ മിഡിൽ ഓർഡറും പാകിസ്ഥാന്റെ മിഡിൽ ഓർഡറും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമാണ് നമുക്കിന്ന് ശരിക്കും മനസ്സിലായത്. അതായത് ഇന്ത്യൻ സ്പിന്നർമാരെ അവരുടെ മിഡിൽ ഓർഡർ ബാറ്റർമാർ നേരിട്ട രീതിയും അതുപോലെ തന്നെ അവരുടെ സ്പിന്നർമാരെ ഇന്ത്യൻ ബാറ്റർമാർ, ആ മിഡിൽ ഓർഡർ ബാറ്റർമാർ നേരിട്ട രീതിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അത് എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ ആ 10 ഓവറിന് ശേഷം നേരിട്ട രീതിയാണ് ഈ കളിയിലെ ഭാഗധേയം നിർണ്ണയിച്ചത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ഒരു സ്കോർ എന്ന് പറയുന്നത് 11 ഓവർ ആകുമ്പോഴേക്കും 98 റൺസ് ആയിരുന്നു. 113 ഒരു വിക്കറ്റ് എന്ന നിലയിൽ നിന്നാണ് അവർ തകർന്നിടിഞ്ഞത് 146-ലേക്ക്. ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇന്ത്യക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടു. ആ ഒരു 20 റൺസിന് 3 വിക്കറ്റ് പോയിരുന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ ആ മത്സരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇന്ത്യ ബാറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അതിന് നമ്മൾ തിലക് വർമ്മയും സഞ്ജു സാംസണും ശിവം ദുബെയും 3 പേരും ഏറ്റവും അധികം ക്രെഡിറ്റ് അർഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആ ഒരു ഇന്നിങ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നു. അവരുടെ സ്പിന്നർമാരെ നമുക്ക് ക്വാളിറ്റി കുറവുള്ള സ്പിന്നർമാരായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. എബ്രാർ അഹമ്മദ് എന്ന് പറയുന്ന സ്പിന്നർ എന്ന് പറയുന്ന അദ്ദേഹം വളരെ മികച്ച ഒരു സ്പിന്നറാണ്. ലോകത്ത് ഈ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിലെല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാളാണ്. അപ്പൊ എസ്പെഷ്യലി ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചു. ഹാറ്റ്സ് ഓഫ് ടു തിലക് വർമ്മ. കാരണം ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ എങ്ങനെ ആ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ എങ്ങനെ ബാറ്റ് ചെയ്യണം എന്ന് മനോഹരമായിട്ട് തിലക് വർമ്മ കാണിച്ചു തന്നിരിക്കുകയാണ്. സഞ്ജു സാംസണും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ആ ഒരു ഓവറിൽ സെയിം ഈവ് പറഞ്ഞ ഒരു ഓവർ, എനിക്ക് 13-ാമത്തെ 12-ാമത്തെ ഓവറാന്ന് തോന്നുന്നു, ഒരു 3 ബോൾ ഡോട്ട് ആയതിനു ശേഷം സഞ്ജു നേടിയ ഒരു 6 മനോഹരമായ ആ ഒരു പ്രഷർ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ആ സമയത്ത് സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതുപോലെ പിന്നെ ശിവം ദുബെ വന്നിട്ട് ക്രൂഷ്യൽ ടൈമിലെല്ലാം തന്നെ അദ്ദേഹത്തിന് ബൗണ്ടറികൾ നേടാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ മിഡിൽ ഓർഡറും പാകിസ്ഥാന്റെ മിഡിൽ ഓർഡറും ഇവര് തമ്മിലുള്ള ഒരു വ്യത്യാസം ശരിക്കും കാണിച്ചു തരുന്ന ഒരു മത്സരമായിരുന്നു ഇത് എന്നുള്ളതാണ്. യെസ്, ഓക്കെ, താങ്ക് യു. തുടരുക ശ്രീ ബി കെ ഹരിനാരായണൻ. നമുക്കറിയാം ഈ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വന്ന സമയത്തൊക്കെ വിവാദങ്ങളും അതിനൊപ്പം ഉണ്ടായിരുന്നു. ഹസ്തദാന വിവാദമാണ് ആദ്യം വന്നതെങ്കിൽ പിന്നീട് നടന്ന മത്സരത്തിൽ പാകിസ്ഥാന്റെ താരങ്ങളുടെ
പ്രകോപനപരമായ സെലിബ്രേഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഇന്നൊരു മറുപടിയും നമ്മൾ അതിന് കണ്ടു. ജസ്പ്രീത് ബുംറയുടെ മറുപടി, ഹാരിസ് റൌഫിന്റെ വിക്കറ്റ് എടുത്ത് ജസ്പ്രീത് ബുംറ നൽകിയ മറുപടി. അതിനപ്പുറത്ത് ഇന്ന് നമ്മൾ മറ്റൊരു കാര്യം കൂടി കണ്ടു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഭിഷേകിന്റെ വിക്കറ്റ് പോയ സമയത്ത് അവരുടെ സെലിബ്രേഷൻ, ആഹ്ലാദം നോക്കൂ. ഇത് ഈ ഏഷ്യ കപ്പ്, ഇന്ത്യ കപ്പ് ഉയർത്തി നിൽക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ചില ചിത്രങ്ങൾ കൂടി അവശേഷിപ്പിച്ചാണ് ഈ ഏഷ്യ കപ്പ് കടന്നു പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നത് കളിയെ കളിയായി കാണുക എന്നുള്ളതാണ്. മറ്റുള്ളതിനെ മറ്റുള്ളതായിട്ട് കാണുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഞാനതിൽ പുറത്തെടുക്കുന്നത് കളി മാത്രമാണ്. ഇന്ത്യ വളരെ പ്രൊഫഷണൽ ആയിട്ട് കളിച്ചു, ജയിച്ചു, അതുമാത്രം എടുക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ അഭിഷേകിന്റെ ബാറ്റിംഗ്, കുൽദീപിന്റെ ബൗളിംഗ്, ഒടുവിലേതാ തിലക് വർമ്മയുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുള്ള ഒരു ഇന്നിങ്സ്, ഇത് എപ്പോഴും ഒരു ക്ലാസിക് ആയിരിക്കും, എക്സാമ്പിൾ ആയിരിക്കും ക്രിക്കറ്റിൽ. ഇതും ഇപ്പൊ നമ്മൾ പറയണം കേട്ടോ. നമ്മൾ നോക്കൂ, നമ്മളിപ്പോ ഇതിന്റെ ഫസ്റ്റ് സമയത്ത് ചർച്ച ചെയ്തത് ഈ അക്ഷർ പട്ടേൽ ആയിരിക്കും ബൗൾ ചെയ്യുക എന്നാണ് ഓപ്പണിംഗ് സ്പെല്ല്. പക്ഷെ ശിവൻ ദുബെ എന്ന് പറയുന്ന കളിക്കാരൻ വന്നിട്ട് ഒരു ക്രൂഷ്യൽ സമയത്ത് ആദ്യം അയാൾ എറിഞ്ഞ 2 ഓവറിൽ 12 റൺസാ. ആ സമയത്ത് 2 ഓവറിൽ ബുംറയ്ക്ക് 18 റൺസാ. ഓപ്പണിംഗ് അടുത്ത കാലത്തൊന്നും അയാള് ഈ പവർ പ്ലേയിൽ എറിഞ്ഞിട്ടുണ്ടെങ്കിലും ഓപ്പണിംഗ് സ്പെല്ല് എറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ വന്ന് ഫൈനലില് ഓപ്പണിംഗ് സ്പെല്ല് എറിയുക, പിന്നെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് കൊടുക്കുക. ആ ഹാരിസ് റൌഫിന്റെ 17ാമത്തെ ഓവറിൽ ലാസ്റ്റ് ബോളിലുള്ള 6 ഒക്കെ വളരെ ക്രൂഷ്യൽ ഹിറ്റുകളായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ സഞ്ജു സാംസന്റെ ഇന്നിങ്സുകൾ ഇന്നാണെങ്കിലും കഴിഞ്ഞ ദിവസമാണെങ്കിലും ഒമാനെതിരെ 50 ആണെങ്കിലും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആ അവസരത്തിനനുസരിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോ അഭിഷേക് ശർമ്മയും കുൽദീപിനെയും ഒക്കെ മാറ്റി കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് ബ്രേക്ക് ത്രൂ വരുൺ ചക്രവർത്തിയാണ് കൊടുത്തത്. അപ്പൊ സ്പിന്ന് സൂര്യകുമാർ യാദവ് പെർഫോം ചെയ്തിട്ടില്ല, നമുക്കറിയാം, ആസ് എ ബാറ്റർ. പക്ഷെ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയും പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ ഒരു പ്രൊഫഷണലായിട്ട് എല്ലാവരും ടീം എഫേർട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വി കെ ഹരിനാരായണൻ. ഈ ഒരു രാത്രിയിലും നമ്മളോടൊപ്പം ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാനായി സമയം കണ്ടെത്തിയതിന്.